ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇട്ട പൊട്ടി. ഇന്നത്തെ ഒരു ചെറിയ ബർത്ത്ഡേ വ്ളോഗാണേ. ഈ ഒരു വീഡിയോ 2024 നവംബർ 17 എടുത്ത വീഡിയോ ആണ്. എൻ്റെ ബർത്ത്ഡേ നവംബർ 19 19 ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ 17 സെലിബ്രേറ്റ് ചെയ്തത്. ഇതൊരു ബട്ടർ സ്കോച്ച് പുഡിംഗ് കേക്കാണ്. അതിനാണ് ഞാൻ ഈ കുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ബട്ടർ സ്കോച്ച് മിൽക്ക് കേക്ക് എന്നൊക്കെ വേണേലും വിളിക്കാം. ഈ ഒരു ബർത്ത്ഡേ എനിക്ക് കുറച്ചധികം സ്പെഷ്യലാണ്. കാര്യം എന്താണെന്ന് ഞാൻ അവസാനം പറയാം. ഈ കേക്ക് ഉണ്ടാക്കുന്ന ഉമ്മയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ക്യൂറും എടുത്തൊന്ന് വന്നതാണ് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് എന്തോ ബട്ടർ സ്കോച്ച് സിറപ്പൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെയാണ്. ആർട്ടിഫൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന മാമിയുടെ അടുത്തോട്ടാണ്. നടക്കാനുള്ള ഒരു ഇച്ചിരി നേരെയുള്ളൂ. എന്തോ സാധനം വാങ്ങിക്കാനാണ് പോയത്. പക്ഷെ അതല്ലായിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. എന്താണെന്ന് വെച്ചാൽ ഷാലുത്തായി മുന്നിനി സുനിയൊക്കെ കൂടെ അവരവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം എന്ന ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷേ ഉറക്കമായിരുന്നു ഗൈസ്. പിന്നെ ഷാലുത്തൊക്കെ ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ വന്നായിരുന്നു. ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേക്ക് വാങ്ങിക്കാനായിട്ടാണ്. ഞാനും വാപ്പിയും ഉമ്മയും നെയ്മും ഇന്നും ആത്തിഫും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. നെയ്മുൻ്റെ തലയിലെ ആ തെങ്ങ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ കെട്ടിക്കെടുത്ത എല്ലാം ചെയ്യുന്ന ആള്. അപ്പോൾ ഇവളെ ഇനിയെന്ന് പറയുന്നതാണ് നല്ലത്. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ അടിച്ചു പൊട്ടിക്കുക, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക, പിന്നെ ലൈക്ക് അടിക്കുക. അത്രയൊക്കെ ചെയ്താൽ മതി. പിന്നെ പറ്റുമെങ്കിൽ സബും കൂടെ. ആത്തിഫ് പറഞ്ഞതെല്ലാം കേട്ടല്ലോ അല്ലേ? അവനെൻ്റെ ചാനൽ പ്രൊമോട്ടറാണ്. നമ്മൾ കാഞ്ഞിരപ്പള്ളി കയറി നിന്നാണ് കേക്ക് വാങ്ങിച്ചത്. ½ kg കേക്കാണ് വാങ്ങിച്ചത്. കാരണം ഉമ്മി ബട്ടർ സ്കോച്ച് പുഡിംഗ് കേക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ അവിടെ വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കേക്ക് വാങ്ങിച്ചത്. ½ kg വാങ്ങിച്ചത്. ഞാൻ ശരിക്കും ചോക്ലേറ്റ് വാങ്ങിക്കാനിരുന്നത്. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും താല്പര്യപ്രകാരം നമ്മൾ വാങ്ങിച്ചതന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് ബലൂണൊക്കെ വാങ്ങിച്ചായിരുന്നു. അത് ഈ പിള്ളേരുടെ ആഗ്രഹപ്രകാരം വാങ്ങിച്ചാണ്. അവർക്ക് പൊട്ടിച്ച് കളയാനും അവർക്ക് കളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. ശരിക്കും എനിക്കും ഇപ്പോഴും ഒരു ബലൂൺ കിട്ടിയാൽ ആദ്യം ഇത് പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ആ ബലൂൺ അവിടെ വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനത് വെറുതെ പോയി പൊട്ടിക്കും. കൈ കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പിന്നൊക്കെ എടുത്ത് ഞാൻ പൊട്ടിക്കും. അങ്ങനെയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് മത്സരിച്ച് ബലൂൺ ഊതി വീർപ്പിക്കുമായിരുന്നു. ഇന്നൂനും നെയ്മൂനും അവിടെ 2 ബലൂൺ കൊടുത്തവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് ബലൂൺ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് നെയ്മു കരഞ്ഞുകൊണ്ടും വരുന്നുണ്ടായിരുന്നു. ഈ ബലൂൺ കെട്ടാനുള്ള പരിപാടി എനിക്ക് ഇഷ്ടമേ അല്ല. കാരണം എനിക്കതറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഷാലുത്താടെയും ഷെഫ്നാമയുടെയും കൊടുത്തിട്ടാണ് കെട്ടിച്ചത്. എന്തായാലും നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. ഞാനിടയ്ക്ക് ഷെഫ്നാമയുടെ വീഡിയോ എടുത്തപ്പോൾ നല്ല ചിരിയാണോ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നെയ്മുവിൻ്റെ ഓരോ പോസുകളാണിത്. നെയ്മുവിന് ഫോട്ടോ എടുക്കാനും മേക്കപ്പ് ഇടാനും നെയിൽ പോളിഷ് ഇടാനും അങ്ങനെ എല്ലാത്തിനും നെയ്മു ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയും എൻ്റെ അനിയത്തി തന്നെ അടിയുന്നതെന്ന്. ഞാൻ ഷെഫ്നാമും കൂടെ ഇവിടെ ഡിസ്കഷനിലായിരുന്നു. ബലൂൺ എവിടെ ഒട്ടിക്കാം, എങ്ങനെ ഒട്ടിച്ചാൽ എന്നെ കാണാം, ഏത് ഹൈറ്റിൽ ഒട്ടിക്കണം, അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വെച്ച് നോക്കുന്നത്. വീഡിയോ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനെ ഈ ഒരു സൈസിൽ വെച്ച് കഴിഞ്ഞാൽ എന്നെയും ബലൂണിനെയും കൂടെ കാണാമെന്ന്. കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞില്ലായിരുന്നു വാച്ച് വാങ്ങിയെന്ന്. അതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത് ഇസും ഞാനും ഏകദേശം ട്വിന്നിങ് ആയ പോലെ ഉണ്ടല്ലേ. ആ ചെറിയ കളർ കോമ്പിനേഷനിൽ. പിന്നെ മുടി അയച്ചിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ പോണിറ്റെയിൽ കിട്ടി. ഞങ്ങളൊരു ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ നിന്നാണ്. ഇപ്പോൾ ഒരു വീഡിയോയും കൂടി എടുത്തേക്കാമെന്ന് വിചാരിച്ചു. നെയ്മൂന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിയും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം വെളിയെ ഇറങ്ങി നിന്നു. അപ്പോഴത്തേക്കിനെ ഫാമിയെ വിളിച്ചു. ഫാമിക്ക് വീഡിയോ വരാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. എങ്കിലും ഞാൻ ഇവിടെ നോക്കി എടുക്കും. ഞങ്ങൾ പുറത്ത് അസീമിക്കായും ചെബിനാത്തായും വരുമോ നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം എന്നെ തന്നെ വീക്ഷിക്കുന്നുണ്ട്, ഈ പുറത്ത് നിന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവർ വന്നു. അങ്ങനെ അതൊക്കെ തന്നെ. അവർ വന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ തന്നെ നിന്ന് സംസാരിച്ച് പിന്നെ അകത്തോട്ട് കയറി. നെയ്മുവിന് ചെറിയ പേടിയായിരുന്നു അവരെ കണ്ടപ്പോഴത്തേക്കിനും.
അതുകൊണ്ടാണ് അവൾ അങ്ങോട്ട് ഓടിപ്പോയത്. അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് മുറിക്കാനുള്ളൊക്കെ തയ്യാറെടുപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ശാലതായും കൂടെ ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ബൈ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇതായിരുന്നു കേക്ക്. നല്ല കേക്കായിരുന്നു. ആ കേക്കിൻ്റെ അടുത്ത സൈഡിൽ ആരോ തോണ്ടിക്കൊണ്ട് വരില്ലേ, അത് എൻ്റെ കൈ കൊണ്ടതാണ്. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, പക്ഷെ പോപ്പർ പൊട്ടിയില്ല. അല്ലെങ്കിലും ആ സാധനം ആവശ്യമുള്ളപ്പോൾ പൊട്ടത്തില്ലല്ലോ. അങ്ങനെ ഇവിടെ ഓരോരുത്തരായിട്ട് ട്രൈ ചെയ്യാണ്. ഞങ്ങൾ എല്ലാവരും മാറി മാറി നോക്കി. അവസാനം കുത്തി പൊട്ടിച്ചാലെന്ന് വരെ ആലോചിച്ചു. എന്തായാലും ലാസ്റ്റ് പോപ്പറൊക്കെ പൊട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡിൻ്റെ സെക്ഷനിലോട്ട് വന്നേക്കാണ്. ചപ്പാത്തി, പാൽക്കപ്പ, പിന്നെ അതിൻ്റെ കൂടെയുള്ള ചമ്മന്തി, പത്തിരി, ചിക്കൻ കറി, സാലഡ്, മീൻകറി ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. ആ പാൽക്കപ്പ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. പാൽക്കപ്പ ഉണ്ടാക്കിയത് വാപ്പയാണേ. ഓവറോൾ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അലോണയും നേഹയും രോഹിതയും ഹനയും ഒക്കെ തന്ന കുറച്ച് ഗിഫ്റ്റൊക്കെയാണ്. പിന്നെ ഇതാണ് ഹന വരച്ചൊരു പടമാണ്. അടിപൊളിയല്ലേ? ഐ എം സോ ഹാപ്പി. ഇത് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു കേക്കാണ്. ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് കസിൻ ദുബൈയിൽ നിന്ന് ഇവിടെ ഓർഡർ ചെയ്തൊക്കെ വരുത്തിച്ചതാണ്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിലാൽ എന്നാട്ടോ പേര്. എന്തായാലും നല്ല കേക്കുമായിരുന്നു. പിന്നെ ഒരു കോയിൻസിഡൻസ് വെച്ചാൽ ഇതും മാഞ്ചോ ആയിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഞെട്ടിപ്പോയി. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലായിരുന്നു എന്ന്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ ബർത്ത്ഡേ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.